ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു മലേഷ്യയിലൊന്ന് പോകണമെന്ന്. പ്രത്യേകിച്ചും ആ ട്വിൻ ടവറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കണമെന്നും പിന്നെ ബാത്തു കേവ്സിൽ പോകണമെന്നും ഒക്കെ. അത് മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഇൻസ്റ്റാഗ്രാം റീൽസ് തുറന്ന് നോക്കുമ്പോൾ റീൽസിലൂടെ പോകുമ്പോൾ മുഴുവൻ നമുക്ക് ഇതേ ഉള്ളായിരുന്നു കാണാൻ. അപ്പോൾ അത് കാരണം ഇങ്ങനെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഇവിടെ പോകണമെന്ന് പറഞ്ഞായിരുന്നത്. പക്ഷേ നമുക്ക് കുഞ്ഞിന് ചോറ്, കൺമണിയുടെ ചോറൂണ് ഒരു 10 അമ്പലങ്ങളിൽ ഉണ്ടായിരുന്ന കാരണം അന്നപ്പോൾ തൊട്ട് നമ്മൾ കണ്ടിന്യൂസ് യാത്രകൾ തന്നെയായിരുന്നു. പിന്നെ അമ്മയുടെ അമ്മ പെട്ടെന്ന് മരിച്ച കാരണം നമുക്ക് അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും വിഷമങ്ങളും അങ്ങനെയൊക്കെ ആയി. പക്ഷേ നമ്മൾ കാനഡയിൽ നിന്ന് തന്നെ ഇത് ബുക്ക് ചെയ്തിരുന്ന കാരണം നമുക്ക് പോകാതിരിക്കാനും വേറെ ചോയ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ എന്താ പറയുക, ചോറൂണെല്ലാം കഴിഞ്ഞ് പത്തനാപുരത്തെ വീട്ടിൽ വന്ന സമയത്ത് നമ്മളങ്ങനെ ട്രിവാൻഡ്രത്തുനിന്ന് രാത്രിയിലായിരുന്നു നമുക്ക് ഫ്ലൈറ്റ്. അപ്പോൾ സനുവാണ് നമ്മളെ കൊണ്ടുപോയി വിട്ടത്. അപ്പോൾ രാത്രി എങ്കിൽ പിന്നെ ഡിന്നർ കഴിച്ചിട്ട് പോകാമെന്ന് കരുതി നമ്മൾ ഹോട്ടൽ ചിന്നൂസിൽ കയറി. എയർപോർട്ടിനടുത്ത് തന്നെ ഉള്ളതാണ് കേട്ടോ. നമ്മളൊരു കാന്താരി അൽഫാം മന്തിയാണ് ഓർഡർ ചെയ്തത്. കാന്താരി ഈ മന്തി റൈസ് കഴിച്ചപ്പോൾ എരിവ് ഭയങ്കര കൂടുതലായിരുന്നു. എനിക്ക് അത്രയും എരിവ് കഴിക്കാൻ പറ്റത്തില്ല. പക്ഷേ എന്നാലും നല്ല ടേസ്റ്റ്, ആ സ്മെല്ലൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ട്രൈ ചെയ്തിട്ടില്ലാത്തവർക്ക് ട്രൈ ചെയ്യാവുന്ന റൈറ്റ് തന്നെയാണ്. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. എരിവ് പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ പോരുന്ന വഴിക്ക് ട്രിവാൻഡ്രം ലുലു മാളാണ് ഈ കാണുന്നത്. നമ്മൾ ഈ ലുലു മാളിൽ ഇതുവരെ വന്നിട്ടില്ല. ഒരു പ്രാവശ്യം പോകണമെന്ന് കരുതുന്നു. നമുക്കൊരു കന്യാകുമാരി ട്രിപ്പ് പ്ലാനിലുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പോകാം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി ലഗേജ് എല്ലാം ശേഷം തന്നെ കൊണ്ടുപോയി അകത്തോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ അവിടെ മാക്സിമം പറ്റുന്ന വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ നടന്നു. നമുക്ക് കുറച്ച് കറൻസി നമ്മൾ ആ നാട്ടിൽ നിന്ന് മാറിയുള്ളായിരുന്നു. ഇനിയിപ്പോൾ ബാക്കി ഇവിടെ മാറ്റാനായിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ ആ സമയത്ത് ഞാൻ വീണ്ടും ഇവിടെ നല്ല രസമുണ്ട് എയർപോർട്ടിനകമൊക്കെ കാണാൻ. പറ്റുന്ന ഭാഗങ്ങളൊക്കെ കുറേയൊക്കെ എടുത്തു. പിന്നെ ഈ പാക്കിങ്ങും അതും ഇതും വന്നപ്പോൾ തൊട്ടുള്ള യാത്രകളും ഒക്കെ കാരണം എല്ലാവരും ടയേർഡാണ്. ലോഞ്ച് ആക്സസ് ഉള്ള കാരണം നമുക്ക് നല്ല ഫുഡും കഴിക്കാൻ പറ്റും കേട്ടോ. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു എല്ലാം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇരുന്നപ്പോഴത്തേക്കും ഫ്ലൈറ്റ് ഡിലേ ആണെന്ന് പറഞ്ഞു. 11 മണിക്ക് എന്തോ ഉണ്ടായിരുന്ന ഫ്ലൈറ്റ് 12:15 കഴിഞ്ഞു നമുക്ക് ഫ്ലൈറ്റ് വന്നപ്പോൾ. അങ്ങനെ നമ്മൾ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് മലേഷ്യയൊക്കെ കാണാൻ, ആ വീഡിയോയിൽ കണ്ട പോലുള്ള ട്വിൻ ടവറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിട്ട്. നമുക്കൊരു 4-4.25 മണിക്കൂറാണ് ഫ്ലൈയിങ് ടൈം പറഞ്ഞിരുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും കയറി എല്ലാം സെറ്റായി ബാഗേജൊക്കെ കൊണ്ടുവന്ന് വെച്ചു. നമ്മുടെ വെയിറ്റൊക്കെ എല്ലാം ഓക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ കോലാലംപൂറിലാണ് നമ്മൾ ഇറങ്ങുന്നത്. 4 hours കഴിയുമ്പോൾ കോലാലംപൂറിൽ അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ ബുക്ക് ചെയ്തിരുന്ന ഏജൻസി കൈരളി ട്രെയിൽസ് എന്ന് പറഞ്ഞൊരു ഏജൻസിയാണ് ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവരിവിടെ ഉണ്ടാവും നമ്മളെ റിസീവ് ചെയ്യാനായിട്ടെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ബാഗേജൊക്കെ എടുത്തിട്ട് പോകണം. നമ്മൾ ഫസ്റ്റ് ചെന്നിട്ട് ഒന്ന് ഫ്രഷപ്പ് ആവുന്നത് ഒരു ഹോട്ടലിലാണ്. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ മെയിൻ ഹോട്ടലിലേക്ക് പോകത്തുള്ളതാണ് പറഞ്ഞിരുന്നത് കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മുടെ ഹോട്ടൽ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് വരുന്നിടം വരെ ടാറ്റ, ബൈ, സീ യു.